വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുവാണേ. മാങ്ങ, ഇത് ഉപ്പിലിട്ട നെല്ലിക്കയാണ്, പിന്നെ കാന്താരി, പിന്നെ ചെറിയ ഉള്ളി. മാങ്ങ ചമ്മന്തി അല്ലെ നെല്ലിക്ക ചമ്മന്തി, ഇതൊക്കെ വേറെ വേറെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിലുണ്ട് അതെല്ലാവേ. പിന്നെ മുളക് ചുട്ടരച്ച ചമ്മന്തി, അങ്ങനെ പല ടൈപ്പ് ചമ്മന്തി ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പല സാധനങ്ങൾ ചേർത്ത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. ഇപ്പൊ ഈ ഒരു കോമ്പിനേഷനിൽ നല്ലതായിരിക്കും, വേറൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും എന്നാലും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ മാങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്, ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെക്കുക. പിന്നെ ഒരു നെല്ലിക്ക, പിന്നെ നമ്മൾ കുറച്ച് ചുവന്നുള്ളി, ഒരു 4-5 പീസ് ചുവന്നുള്ളി, കുറച്ച് കാന്താരിയില്ല, പച്ച കാന്താരി ആകുമ്പോൾ ഭയങ്കര എരിവാണ്. ഇതൊരു സ്വല്പം ഒരു ലൈറ്റ് കളർ വെള്ള കാന്താരിയ, 10-12 കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇതിനങ്ങനെ വലിയ എരിവില്ല, ഒരു പച്ച കാന്താരിയുടെ അത്ര എരിവില്ല. എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാന്ന് വെച്ചാൽ എടുത്തോണേ. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് തേങ്ങ, ഇതൊരു അരമുറിയുടെ പകുതി തേങ്ങയുള്ളൂ കേട്ടോ, അധികം എടുത്തിട്ടില്ല. കാരണം നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കി നമ്മൾ അതിനനുസരിച്ചൊക്കെ തേങ്ങ എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക, ചുവന്നുള്ളി, കാന്താരി. എരിവ് ഉപ്പ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുത്തോണേ. ഈ നെല്ലിക്ക ഉണ്ടല്ലോ, നമ്മളിത് ആരി കളഞ്ഞ് ഇതുപോലെ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് തിക്കാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ആയത് കേട്ടോ. അരിയൊക്കെ കളയണേ, അല്ല അതോടിട്ട് ചെയ്യല് കേട്ടോ. അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് പറഞ്ഞു തരുന്നതായത്. അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ പല ടൈപ്പ് ചമ്മന്തി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മുളക് ചുട്ടരച്ച ചമ്മന്തി, അല്ലെ മാങ്ങ ചമ്മന്തി, നെല്ലിക്ക ചമ്മന്തി, അങ്ങനെ പല ടൈപ്പ് ചമ്മന്തികൾ. അപ്പം എപ്പോഴും ചമ്മന്തി ഇടുന്നോന്ന് ചോദിക്കുന്നവർക്കുള്ള ഇതാണ്. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് മാറ്റി മാറ്റി ഇടുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുമേ. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങ, കാന്താരി, ആ ഒരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ആയത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ. താങ്ക് യു.